നെക്സ്റ്റ് ഇസ് പാക്കേജിംഗ് ഓഫ് DNA ഇൻ പ്രോക്യാരിയോട്സ്. DNAയുടെ പാക്കേജിംഗ് ഇൻ കേസ് ഓഫ് പ്രോക്യാരിയോട്സ് ആണ് പറയുന്നത്. പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ, അതായത് ഈക്കോളി പോലെയുള്ള പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ DNA ചില പ്രോട്ടീനുമായിട്ട് ഹെൽഡ് ചെയ്താണ് ഇരിക്കുന്നത്. ആൻഡ് ദാറ്റ് റീജൻ ഈസ് നോൺ ആസ് ന്യൂക്ലിയോയിഡ്. DNA in association with some proteins is called nucleoid. DNA is, ഞാൻ നേരത്തെ പറഞ്ഞു, DNA is negatively charged. നമ്മൾ പറഞ്ഞതാണ് DNA is negatively charged. Why? Because of the presence of phosphoric acid. അത് എഴുതി വയ്ക്കണം എവിടെയെങ്കിലും. DNA is negatively charged. Why എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡ് ഉള്ളതുകൊണ്ടാണ് DNA is considered as negatively charged. അപ്പോൾ DNA, negatively charged DNA is held with positively charged protein. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള DNA അത് ബൈൻഡ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസുമായിട്ടാണ്. ദെൻ ഇനി ഈ DNA എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു 3.3 × 10⁻⁹ നാനോമീറ്റർ 10⁻⁹ ബേസ് പെയർസ് ലെങ്ത് ഉള്ള ഒരു മോളിക്യൂളാണ് DNA എന്ന് പറയുന്നത്. ആ DNA എങ്ങനെയാണ് നമ്മുടെ കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത അത്രയും കുഞ്ഞു സെല്ലല്ലേ, ആ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് DNA പാക്കേജ് ചെയ്ത് വച്ചിരിക്കുന്നത്, അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇൻ കേസ് ഓഫ് യൂകാരിയോട്സ്, DNA is packed with the help of a set of positively charged basic proteins called histones. അതായത് യൂകാരിയോട്സിൻ്റെ കേസിൽ DNA ആദ്യം എന്ത് ചെയ്യും, ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടീൻ, ഇപ്പോൾ എവിടെയാണ് പറയുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. DNAയോട് ചേർന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ് ഉണ്ടാവും. ആ പ്രോട്ടീൻ്റെ പേരാണ് ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ യൂകാരിയോട്സിൽ ഇങ്ങനെയാണ് DNA പാക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഹിസ്റ്റോൺസ് ആർ അറേഞ്ച്ഡ് ടു ഫോം എ യൂണിറ്റ് ഓഫ് 8 മോളിക്യൂൾസ് കോൾഡ് ഹിസ്റ്റോൺ ഒക്ടാമർ. അപ്പോൾ ഈ പറയുന്ന ഹിസ്റ്റോൺ ഇല്ലേ, ഈ ഹിസ്റ്റോൺ ഇങ്ങനെ ഒന്നിനു മേലെ ഒന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഒരു 8 ഹിസ്റ്റോൺ കൂടിയ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ. ഒക്ട എന്ന വാക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവണം എന്ത്, 8. അപ്പോൾ ഹിസ്റ്റോൺസ് ഓർഗനൈസ് ചെയ്ത് ഒരു 8 മോളിക്യൂളുള്ള ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടായിട്ടുണ്ട്. The negatively charged DNA is wrapped around the positively charged histone octamer to form a structure called nucleosome. ഈ കാണിച്ചിരിക്കുന്നതാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. നോക്കിയേ, ഇതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഹിസ്റ്റോൺ ഒക്ടാമർ ചുറ്റി എന്നുള്ളതാണ് DNA എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിസ്റ്റോൺ ഒക്ടാമർ വിച്ച് ഇസ് ബൗണ്ടഡ് ബൈ DNA, ഇതിനെല്ലാം കൂടി പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം. The negatively charged DNA is wrapped around the positively charged histone octamer to form a structure known as nucleosome. Very important. Nucleosome. ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലീൻ, ന്യൂക്ലിയോസോം ആൻഡ് ന്യൂക്ലിയോയിഡ്. ഇത് മൂന്നും നമ്മൾ കണ്ടതാണ്. ന്യൂക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയലാണ്. ആ ജനറ്റിക് മെറ്റീരിയലിനെ ഫ്രെഡറിക് മിഷർ ആദ്യം കൊടുത്ത പേരാണ് ന്യൂക്ലീൻ. ലേറ്റർ ഇറ്റ് വാസ് ഐഡൻറ്റിഫൈഡ് ആസ്, പിന്നെ ലേറ്ററാണത് വേറെ നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ പോകുന്നത്. ഇനി ഈ നെഗറ്റീവ്ലി ചാർജ് DNA എങ്ങനെയാണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലിരിക്കുന്നത്? ഇൻ അസോസിയേഷൻ വിത്ത് സം പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടീൻ. DNA നെഗറ്റീവാണ്, അത് പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടീനുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് എന്തായിട്ട് മാറുന്നത്, നെഗറ്റീവ്ലി ചാർജുള്ള കംപ്ലീറ്റ്ലി DNA ആയിട്ട് മാറുന്നത്. ഇനി എങ്ങനെയാണ് ഈ DNA പാക്കേജ് ചെയ്യുക? In case of eukaryotes, DNA is packed with the help of a set of positively charged basic proteins called histones. Okay, ഹിസ്റ്റോൺ എന്ന് പറയുന്ന ബേസിക് പ്രോട്ടീനിലെ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. അതുപോലെ DNA are organized to form a unit of 8 molecules called histone octamer. ഈ ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാക്കാൻ 8 മോളിക്യൂൾസ് ഉണ്ട്. അതെല്ലാം കൂടെ കൂടിയാണ് ഈ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത്. H1, H2A, H2B എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 8 സബ് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ഇനി ദ നെഗറ്റീവ്ലി ചാർജ് DNA ഈസ് റാപ്ഡ് അറൗണ്ട് പോസിറ്റീവ്ലി ചാർജ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ പറയുന്ന ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടല്ലോ, ഈ ബോൾ പോലെ കാണുന്നത്, ആ ഹിസ്റ്റോൺ ഒക്ടാമർ ശരിക്കും
നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ല നെഗറ്റീവ്ലി ചാർജ് ഡി എൻ എ ഈസ് റാപ്ഡ് അറൗണ്ട് ദ പോസിറ്റീവ്ലി ചാർജ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഹിസ്റ്റോൺ ഒക്ടാമർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും ടു ഫോം എ സ്ട്രക്ചർ കോൾഡ് ന്യൂക്ലിയോസോം. ന്യൂക്ലിയോസോം, ന്യൂക്ലീൻ, ന്യൂക്ലിയോയിഡ്. ഒന്നുകൂടെ ഓർക്കൂ, ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോൺ ഒക്ടാമർ സറൗണ്ടഡ് ബൈ ഡി എൻ എ, അതാണ് ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ന്യൂക്ലീൻ എന്ന് പറഞ്ഞാൽ ഫ്രെഡറിക് മിശ്ര ആദ്യമായിട്ട് ഡി എൻ എ കണ്ടുപിടിച്ചത് ഇൻ ദ ഫോം ഓഫ് ന്യൂക്ലീൻ. ഇനി ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ കാരിയോട്ടിക് സെല്ലിൽ, അതായത് ഇപ്പോൾ ഇതൊരു പ്രോ കാരിയോട്ടിക് സെല്ലാണെങ്കിൽ നമ്മൾ യു കാരിയോട്ടിനെ വരയ്ക്കുമ്പോൾ ഒരു ന്യൂക്ലിയർ മെമ്പറൈൻ വരയ്ക്കും, എന്നിട്ട് അതിൻ്റെ അകത്ത് കുറേ ഡി എൻ എ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ഇട്ട് കൊടുക്കും. പക്ഷേ ഇവിടുത്തെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ നോക്കിയേ, held with positively charged protein. DNA is held with positively charged protein. അതുപോലെ ഇതാ ഇങ്ങനെ ഒരു സെല്ലുണ്ടെങ്കിൽ ആ സെല്ലിൻ്റെ ഉള്ളിൽ ഡി എൻ എ വെറുതെ എംബഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും ചെയ്യുക. പ്രത്യേകിച്ചൊരു ഡെഫിനിറ്റ് അറേഞ്ച്മെൻ്റ് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ എടുത്ത് വച്ചിരിക്കുന്ന പോലെ. ആ വച്ചിരിക്കുന്ന ഏരിയയാണ് എന്ത് പറയുന്നത്, ന്യൂക്ലിയോയിഡ്. ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലീൻ, ന്യൂക്ലിയോയിഡ് ആൻഡ് ന്യൂക്ലിയോസോം അത് പഠിച്ചിരിക്കണം. ഇനി യൂകാരിയോട്സിൻ്റെ കേസിൽ വരുമ്പോൾ ഡി എൻ എ ഈസ് പാക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെറ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ് ബേസിക് പ്രോട്ടീൻസ് കോൾഡ് ഹിസ്റ്റോൺസ്. അപ്പോൾ ഡി എൻ എ കുറച്ചും കൂടി ബേസിക് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഹിസ്റ്റോൺ ഒക്ടാമറുമായിട്ട് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഹിസ്റ്റോൺസ് ആർ ഓർഗനൈസ്ഡ് ടു ഫോം എ യൂണിറ്റ് ഓഫ് 8 മോളിക്യൂൾസ് കോൾഡ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ പറയുന്ന ഹിസ്റ്റോൺ, ഈ പച്ച ബോൾ പോലിരിക്കുന്ന ഹിസ്റ്റോണിൽ 8 ഒക്ടാമർ ഉണ്ട്. Negatively charged DNA is wrapped around the positively charged histone octamer. Negatively charged DNA എന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞു, because of the presence of phosphoric acid, and it is wrapped around by the positively charged histone octamer to form a structure called nucleosome. ഇതാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്ന സ്ട്രക്ചർ. ഓക്കെ, ഇനി nucleosome in the chromatin seen as a beads on a string structure when viewed under electron microscope. അതായത് ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോസോം ഉണ്ടായി. ഇൻ ന്യൂക്ലിയോസോം എന്ത് ചെയ്യും, ബീഡ് ഓൺ എ സ്ട്രിങ് അറേഞ്ച്മെൻ്റ് ആയിരിക്കുന്നത്. ബീഡ് ഓൺ എ സ്ട്രിങ് അറേഞ്ച്മെൻറ്റ് നമ്മളൊരു മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബീഡ് ഓൺ എ സ്ട്രിങ് അറേഞ്ച്മെൻ്റ് ആണ് കാണാൻ പറ്റുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ മെനി ന്യൂക്ലിയോസോം ഡു യു ഇമാജിൻ ആർ പ്രസൻറ്റ് ഇൻ മമേലിയൻ സെൽ? ഒരു മാമലിൻ്റെ സെല്ലിൽ എത്രമാത്രം ന്യൂക്ലിയോസോം ഉണ്ട്? ഹൗ മെനി ന്യൂക്ലിയോസോം ഡു യു ഇമാജിൻ ആർ പ്രസൻറ്റ് ഇൻ എ മമേലിയൻ സെൽ? ഒരു മമേലിയൻ സെല്ലിൽ എത്രമാത്രം ന്യൂക്ലിയോസോം ഉണ്ട്? ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയോസോമിൽ 200 ബേസ് പെയർസ് കാണും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൊത്തം ഹ്യൂമൻ ബീയിങ്സിൻ്റെ മൊത്തം ന്യൂക്ലിയോസോം കണ്ടുപിടിക്കാനുള്ളതാണല്ലോ. അത് 6.6 × 10⁹ ബേസ് പെയർസ് ഡിവൈഡഡ് ബൈ 200, അതായത് 3.3 × 10⁷. ദെൻ ഹിസ്റ്റോൺ, നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻ. ഈ പാക്കേജിങ് നടക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പാക്കേജ് ചെയ്യുന്നത്? പാക്കേജിങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അതായത് ആദ്യം നമ്മുടെ ഡി എൻ എ ഒരു ഹിസ്റ്റോൺ എന്ന് പറയുന്ന ഒക്ടാമർ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ഹിസ്റ്റോൺ ഒക്ടാമറിൽ ഡി എൻ എ ഇങ്ങനെ റാപ്പ് ചെയ്യും. റാപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, ഒരു ടേൺ കംപ്ലീറ്റ്ലി എടുക്കില്ല. നെക്സ്റ്റ് ടേൺ, അതായത് 1.25 ടേണാണ് എടുക്കുക. ഒരു ടേൺ ഇങ്ങനെ കംപ്ലീറ്റ്ലി ചുറ്റി അടുത്ത ടേൺ ഇവിടെ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, അടുത്ത ഹിസ്റ്റോണിലേക്ക് മൂവ് ചെയ്യും. അതാണ് ന്യൂക്ലിയോസോമിൻ്റെ സ്ട്രക്ചർ. ലേറ്റർ ഈ ന്യൂക്ലിയോസോം എന്ത് ചെയ്യും, പതുക്കെ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും, അതുപോലെ തിക്കൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഗ്രാജുവലി കണ്ടൻസ് ചെയ്ത് തിക്കൻ ചെയ്ത് അവർ സെൽ ഡിവിഷൻ്റെ സമയത്ത് എത്തുമ്പോഴത്തേക്കും നന്നായി മാക്സിമം കണ്ടൻസേഷൻ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നോൺ ഹിസ്റ്റോൺ ക്രോമാറ്റിൻ അറ്റ് എ ഹയർ ലെവൽ റിക്വയർസ് അഡീഷണൽ സെറ്റ് ഓഫ് പ്രോട്ടീൻസ് ദാറ്റ് കളക്റ്റീവ്ലി റെഫർ ടു ആസ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ. നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനിൽ ഹയർ ലെവൽസിനാണ് ആവശ്യം വരിക, വേറെയും സെറ്റ് ഓഫ് പ്രോട്ടീൻസ് ഒക്കെ ആവശ്യമുണ്ട്. ഇനി
അടുത്ത യൂക്രമാറ്റിൻ. യൂക്രമാറ്റിൻ ഇൻ എ ടിപ്പിക്കൽ ന്യൂക്ലിയസ് സം ഓഫ് ദ റീജൻ. യു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ യു എന്ന് പറഞ്ഞാൽ ട്രൂ എന്നാണ് അർത്ഥം. യു എന്ന് പറഞ്ഞാൽ ട്രൂ. അപ്പോൾ ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ചില റീജിയൻസ് ലൂസ്ലി പാക്ഡ് ആവും. അത് ആ റീജിയൻ സ്ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആയിരിക്കും. അങ്ങനത്തെ ഒരു ക്രൊമാറ്റിൻ സെറ്റപ്പിന് പറയുന്ന പേരാണ് യൂക്രൊമാറ്റിൻ. അതേസമയം ക്രൊമാറ്റിൻ ചില സ്ഥലത്ത് ഡെൻസ്ലി പാക്ഡ് ആയിരിക്കും, ഡാർക്ക്ലി അല്ലെങ്കിൽ ഡീപ്ലി സ്റ്റെയിൻഡ് ആയിരിക്കും. സ്റ്റെയിൻ ചെയ്യാൻ ചെന്താ കളർ കൊടുക്കുക. നിങ്ങളെ ഇപ്പം എക്സാമിന് പരീക്ഷയ്ക്ക് ചെയ്യുന്നതാണ് കളർ കൊടുക്കുക. എന്താ പറയുക, ചീക്ക് സ്ക്വാമസ് എപ്പിത്തീലിയം സ്റ്റെയിൻ ചെയ്താൽ എങ്ങനെ കാണും എന്ന് പറയും. അതുപോലെ ഈ നമ്മുടെ ബോഡി പാർട്സിലെ ബോഡി സെൽസ് ടിഷ്യൂസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ കളർ കൊടുക്കാം. അപ്പോൾ ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള ഡീപ്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീപ്ലി സ്റ്റെയിൻഡ്, ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ്. ഇത്രയും ചെയ്യുന്നതാണ് ഹെട്രോക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹെട്രോക്രൊമാറ്റിൻ ആൻഡ് യൂക്രൊമാറ്റിൻ ചോദിക്കാറുണ്ട്. യൂക്രൊമാറ്റിൻ ഇസ് എ ലൂസ്ലി പാക്ഡ് സ്ട്രക്ചർ. ഇറ്റ് ഇസ് ലൈറ്റ്ലി സ്റ്റെയിൻ, വളരെ ലൈറ്റാണ് സ്റ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ്. ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം, DNA യിൽ നിന്ന് RNA ഉണ്ടാവുന്നു, RNA യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നു. ഈ ഫങ്ഷൻ DNA യിൽ നിന്ന് mRNA, mRNA യിൽ നിന്ന് പ്രോട്ടീൻ, ഈ ഫങ്ഷൻ ചെയ്യുമ്പോൾ DNA യിൽ നിന്ന് mRNA ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ചില കേസിൽ ഈ ട്രാൻസ്ക്രിപ്ഷൻ ആക്റ്റീവായിട്ട് നടക്കില്ല. അതാണ് ട്രാൻസ്ക്രിപ്ഷനിൽ ഇനാക്റ്റീവ് എന്ന് പറയുന്നത്. ചില DNA പോർഷനിൽ ഈ ട്രാൻസ്ക്രിപ്ഷൻ നന്നായി നടക്കും. അതാണ് യൂക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. ഈ 3 പോയിന്റ്സും എന്തായാലും പഠിച്ചിരിക്കണം: യൂക്രൊമാറ്റിൻ, ഹെട്രോക്രൊമാറ്റിൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ എന്താണ് സെൻട്രോഡോഗ്മ, DNA യിൽ നിന്ന് mRNA, mRNA യിൽ നിന്ന് പ്രോട്ടീൻ. ഇനി എന്താണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ? നോർമൽ കേസിൽ DNA ന്ന് RNA ഉണ്ടാവുള്ളൂ, പക്ഷേ അൺയൂഷ്വൽ കേസസിൽ RNA ന്ന് DNA ഉണ്ടാവും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ടെമിനിസം എന്നൊക്കെ പറയും. ഇനി ലെങ്ത് ഓഫ് ദി DNA, അതൊക്കെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്. DNAയുടെ പാക്കേജിങ് ആദ്യം DNA എന്ത് ചെയ്യും, ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിൽ ചുറ്റിയിരിക്കുക, അതിന് ന്യൂക്ലിയോസോം എന്ന് പറയും. പിന്നെ അത് വീണ്ടും കോയിൽ ചെയ്യും, പിന്നെ വീണ്ടും കോയിൽ ആൻഡ് കണ്ടൻസേഷൻ. അങ്ങനെ കോയിൽ ചെയ്ത് കണ്ടൻസ് ചെയ്ത ഏറ്റവും മാക്സിമം കോയിലിംഗ് ആൻഡ് കണ്ടൻസേഷൻ കഴിയും. അപ്പോൾ അങ്ങനെ ഏറ്റവും മാക്സിമം കോയിലിങ്ങിലിരിക്കുന്ന അവസ്ഥയാണ് മെറ്റാഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെഗറ്റീവ്ലി ചാർജ് DNA is wrapped around പോസിറ്റീവ്ലി ചാർജ് ഹിസ്റ്റോൺ ഒക്ടാമർ. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ന്യൂക്ലിയോസോം ആകും, പിന്നെ പതുക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് അത് പോകും. നെക്സ്റ്റ് ലെവലിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ 2 അഡ്ജസൻറ്റ് ന്യൂക്ലിയോസോമുകളിലെ ആ ന്യൂക്ലിയോസോമിൻ്റെ ഇടയ്ക്കുള്ള DNAയുടെ പോർഷനാണ് ലിങ്കർ DNA എന്ന് പറയുന്നത്. അതായത് ഈ DNA നോക്കി, ഇതിൽ ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ട്, അതുപോലെ തന്നെ DNAക്ക് പറയുന്ന പേരാണ് ലിങ്കർ DNA. DNA നെഗറ്റീവ് ചാർജ് ആവാൻ കാരണം എന്താണെന്ന് പറഞ്ഞു, എന്താണ്, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫോസ്ഫോറിക് ആസിഡ്. ഇനി ന്യൂക്ലിയോസോം, ഒരു ടിപ്പിക്കൽ ന്യൂക്ലിയോസോം എത്ര ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ന്യൂക്ലിയോസോം ആദ്യം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണ്. ആ യൂണിറ്റ് പറയുന്ന പേരാണ് ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. ഇത് ന്യൂക്ലിയോസോം. ഇങ്ങനെ വേറൊരു ന്യൂക്ലിയോസോം ഉണ്ടാവില്ലേ, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഇത് ബീഡ് ഓൺ എ സ്ട്രിങ് അറേഞ്ച്മെൻറ്റ്. നോക്കിയേ, ഒരു മുത്തുമാലയിൽ മുത്തുകൾ കൊളുത്തിരിക്കുന്ന പോലെയാണ് ബീഡ്സ് ഓൺ എ സ്ട്രിങ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ന്യൂക്ലിയോസോം കൺസ്റ്റിറ്റ്യൂട്ട് ദ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് കാൾഡ് ക്രൊമാറ്റിൻ. ദെൻ ക്രൊമാറ്റിൻ്റെ നെക്സ്റ്റ് ലെവലാണ് ബീഡ്സ് ഓൺ എ സ്ട്രിങ് അറേഞ്ച്മെൻറ്റ്. നെക്സ്റ്റ് ലെവലാകുമ്പം ക്രൊമാറ്റിൻ ഫൈബർ ആവും. അവസാനം മെറ്റാഫേസ് ക്രോമസോം ആവും. പിന്നെ
ഒരു ന്യൂക്ലിയോസോം എത്ര ന്യൂക്ലിയോസോം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട്. എന്താ ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോസോംസ് ഇൻ മാൻ, ഹ്യൂമൻ ബീങ്സിൽ എത്ര ന്യൂക്ലിയോസോം ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 6.6 × 10⁻⁹ ആണ് ഹ്യൂമൻ ബീങ്സിൻ്റെ ടോട്ടൽ എമൗണ്ട് ഓഫ് DNA. ദാറ്റ് ഡിവൈഡ് ബൈ 200. അതായത് ഒരു ന്യൂക്ലിയോസോമിൽ 200 ബേസ് പെയർസ് ഉണ്ടാവും. അപ്പം ടോട്ടൽ DNA ഡിവൈഡ് ബൈ ഒരെണ്ണത്തിലുള്ള DNA ബേസ് പെയർസ്. അങ്ങനെയാണെങ്കിൽ എത്ര മാത്രം ന്യൂക്ലിയോസോമുകൾ ഉണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ യൂക്രോമാറ്റിൻ, ഹെറ്ററോക്രോമാറ്റിൻ, ട്രാൻസ്ക്രിപ്ഷനിലി ആക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ്ലി സ്റ്റെയിൻഡ് ഏരിയാസ് യൂക്രോമാറ്റിൻ, ട്രാൻസ്ക്രിപ്ഷനിലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഡീപ്ലി സ്റ്റെയിൻഡ് ഏരിയാസ് ആണ് ഹെറ്ററോക്രോമാറ്റിൻ. ഇത്രയുമാണ് നെക്സ്റ്റ് ഒരു ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ.